നമസ്കാരം. എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കാർത്തിക ദീപമാണ് വരുന്നത്. കാർത്തിക ദീപത്തിന്റെ തലേദിവസം കാർത്തിക നക്ഷത്രത്തിലാണ് കാർത്തിക ദീപം വെക്കുക. അന്ന് നമ്മൾ ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാ ക്ഷേത്രങ്ങളിലും കാർത്തിക ദീപത്തിന് ഭയങ്കര, പൊതുവെ ദേവീ ക്ഷേത്രം, ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് കാർത്തിക ദീപത്തിന്. കാർത്തിക ദീപത്തിന്റെ തലേദിവസം വരുന്ന ഭരണി ദീപത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഭരണി ദീപം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് ഭരണി ദീപം വെക്കുന്നത്. ഭരണി ദീപം ഒരു വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് കൂടുതൽ പ്രചാരണത്തിലുള്ളത്. കാരണം അവർ 3 ദിവസം വിളക്ക് വെക്കാറുണ്ട്. കാരണം ഭരണി ദിവസം വെക്കും, കാർത്തിക ദിവസം വെക്കും, രോഹിണി ദിവസം വെക്കാറുണ്ട്. അത് പറഞ്ഞാൽ അത്രയും അത് ഒരു ശ്രേഷ്ഠമാണ്. ഭരണി ദിവസം നമ്മൾ പൂർവികരായിട്ട് നമ്മൾ കർമ്മദോഷങ്ങൾ തീരാൻ വേണ്ടി വെക്കുന്നു. കാർത്തിക ദിവസം വെക്കുന്നത് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി വെക്കുന്നു. പിറ്റേ ദിവസം നമ്മൾ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഒരു ഐതിഹ്യപരമായിട്ട് പറയുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ ഭരണി ദീപം. ഭരണി ദീപം എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് ഭരണി ദീപം വെക്കുന്നത്. ഈ വർഷം 2024 ഈ ഭരണി ദീപം വരുന്നത് 12/12/2024 അപ്പോൾ 12/12/2024 ഭരണി ദീപം എന്തിനാണ് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പൂർവികർ ചെയ്തു പോയ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണി ദീപം വെക്കുന്നത്. അതിലൂടെ നമ്മൾക്ക് വന്ന കർമ്മദോഷങ്ങൾ തീരാൻ, നമുക്ക് വന്ന തടസ്സങ്ങൾ തീർന്നു കിട്ടും. പല കാര്യങ്ങളെടുത്ത് ഓരോ വീട്ടുകളിൽ പറയും, എന്തെടുത്താലും ഒരു തടസ്സമാണ്, ഒരു കാര്യം നമ്മൾ വിചാരിച്ച സമയത്ത് നടക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ പറയും, എന്ത് പൂർവികർ ചെയ്ത പാപമാണോ നമ്മൾക്കെന്ന് പറയും. പൂർവികർ ചെയ്ത പാപങ്ങൾ ശമിക്കാനും ഈ ഭരണി ദീപത്തിലൂടെ സാധിക്കും. നമ്മൾ പൂർവികർ ചെയ്ത പുണ്യമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറയാറുണ്ട്. പൂർവികർ ചെയ്ത പുണ്യം അനുഭവിക്കുമെങ്കിൽ പൂർവിക ചെയ്ത പാപങ്ങളും നമുക്ക് വന്നു ചേരാറുണ്ട്. അപ്പൊ നമ്മുടെ വരും തലമുറകളിലേക്കും നല്ലത് വരുത്താൻ അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കുന്നതാണ് ഭരണി ദീപം. അപ്പൊ ഭരണി ദിവസം വരും, കാർത്തിക ദിവസത്തിന്റെ തലേ ദിവസമാണ് ഭരണി ദീപം വരുന്നത്. 12/12/2024 അന്നത്തെ ദിവസം രാവിലെ 8:50 ഭരണി നക്ഷത്രം തുടങ്ങുന്നത്. അപ്പൊ അന്ന് വൈകിട്ട് തൊട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 6:30 വരെയുണ്ട്. പക്ഷെ വിളക്ക് വെക്കേണ്ട സമയം എന്ന് പറയുന്നത് 6 മണിക്കാണ്. 12-ാം തീയതി 6 മണിക്കാണ് ഈ വിളക്കം വെക്കേണ്ടത്. വിളക്ക് വെക്കേണ്ടത് 5 വിളക്കാണ് വെക്കേണ്ടത്, ചുരുങ്ങിയത് 5 വിളക്ക്. ഇത് പൂജാ റൂമിലാണ് വെക്കേണ്ടത്. കാരണം പൂജാ റൂമിൽ മറ്റുള്ള വിളക്ക് വെക്കുമ്പോൾ ഈ വിളക്കും വെക്കാവോ എന്ന് ഡൗട്ട് പിന്നെ വരും. ഈ വിളക്ക് വെക്കുന്നത് നമ്മളുടെ പൂർവികരും നമ്മളും ചെയ്ത പാപങ്ങൾ ശമിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നും വിളക്ക് വെക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരാനാണ്. അപ്പൊ ആ വിളക്ക് വെക്കുന്നതും ഈ വിളക്കും തമ്മിൽ ബന്ധമില്ല. ആ വിളക്കും വെക്കാം, ഈ വിളക്കും വെക്കാം, 2 വിളക്കും വെക്കണം. നമ്മളുടെ ഈ കർമ്മ വിനകൾ അല്ലെങ്കിൽ കർമ്മദോഷങ്ങൾ മാറാൻ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് നമ്മൾ നിത്യം കൊളുത്തുന്ന വിളക്ക് എപ്പോഴും കൊളുത്തുക. അതിനുശേഷമാണ് 5 വിളക്ക് 5 ദിക്കിലേക്ക് റൗണ്ടിലായിട്ട് വെക്കണം. അത് പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചം വരണം. ആ വെളിച്ചം വരുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ ഇല്ലാണ്ടായി തീരുക. നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ ശമിക്കാൻ, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ. കാരണം നമ്മളിപ്പോ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കാര്യമായിട്ട് തന്നെ ഒരു സംസാരിക്കും, അത് മറ്റുള്ളവർക്ക് എത്ര വേദനിച്ചു എന്നുള്ളത് അറിയില്ല. നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നു, അത് എത്ര പേർക്ക് അത് മനസ്സിന്റെ ഉള്ളിൽ തട്ടി അതൊരു വേദനയായി മാറി, അതും ഒരു പാപമായിട്ട് മാറാം. ഇപ്പൊ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ ചെയ്തു പോയതാ, അതും ഒരു പാപത്തിൻ്റെതായിട്ടുള്ള കണക്കിൽപ്പെടും. അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഭരണി ദീപം വെക്കാൻ. അത് 5 ദീപമായിട്ട് വെക്കണം, നെയ്യ് വിളക്കിൽ വെക്കണം. കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് കർമ്മ തടസ്സങ്ങൾ, കർമ്മവേനകൾ, ചിലർ എന്ത് ചെയ്താലും അതിലൊരു തടസ്സം കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ അതൊരു മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് വൃശ്ചിക മാസത്തിൽ വരുന്ന ഭരണി ദീപം വെക്കുന്നത്. ഭരണി ദീപം വൈകിട്ട് 6 മണിക്കാണ് വെക്കേണ്ടത്. 6 മണിക്ക് നെയ്യ് ഒഴിച്ച്
ചുറ്റും വെക്കുക. പിന്നെ ഒരു ഡൗട്ട് വരും, അപ്പൊ പുറത്ത് വെക്കണ്ടേ? പുറത്ത് 2 വിളക്ക് വാതിലിന്റെ അപ്പുറത്ത് വെക്കുക. അപ്പൊ ചിലർക്ക് ഡൗട്ട് തോന്നും, ഇനി വിളക്ക് വെക്കുന്നത് ആദ്യം പുറത്ത് വെച്ച വിളക്ക് വെക്കണോ അതോ ഉള്ളിലുള്ള വിളക്ക് വെക്കണോ? നമ്മൾ പുറത്തുള്ള വിളക്കാണ് ആദ്യം വെക്കേണ്ടത്. പുറത്ത് 2 വിളക്ക് വെക്കണം. ആ വിളക്കാണ്, കാരണം നമ്മൾ ലക്ഷ്മി ദേവി പുറത്താണ്. അപ്പൊ ആ ഉള്ളിൽ വിളക്ക് വെച്ചത് കൊണ്ട് നമുക്ക് പുറത്തുള്ള ലക്ഷ്മി ദേവി വരില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം വെക്കേണ്ടത് പുറത്തുള്ള വിളക്കാണ്. പുറത്തുള്ള വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെ വരവേൽക്കണം നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക്. എന്നിട്ടാണ് നമ്മൾ പൂജാ റൂമിലുള്ള വിളക്കിന് വെക്കേണ്ടത്. അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമ്മൾ പുറത്തുള്ള വിളക്ക് വെക്കണം. പുറത്തുള്ള പ്രകാശത്തിനെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള അന്ധകാരം മാറിപ്പോകും എന്ന് പറയാറുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ അത് ചെയ്യേണ്ടത് ഈ 12-ാം തീയതി 12/12/2024 6 മണിക്കാണ് ഭരണി ദീപം വെക്കുക. ഭരണി ദീപം വെക്കുന്നതോടെ നമ്മളുടെ പൂർവികരും നമ്മളും ചെയ്ത പാപങ്ങൾ ശമിക്കാൻ, നമ്മുടെ മക്കൾക്കും കൂടെ നന്മകൾ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഭരണി ദീപം വെക്കുന്നത്. അപ്പോൾ ഈ ദീപം വെക്കേണ്ടത് 6 മണിക്ക് നെയ്യ് വിളക്കിലാണ് വെക്കേണ്ടത്. 5 വിളക്കാണ് വെക്കേണ്ടത്. ചുരുങ്ങിയത് 5 വിളക്ക് വെക്കണം. അതിൽ താഴെ വെക്കരുത്. പിന്നെ നമ്മൾ പുറത്ത് 2 വിളക്ക് വെക്കണം. കാരണം വെച്ചാൽ അന്നത്തെ ദീപം നമ്മൾ കാർത്തിക വിളക്ക് വെക്കണം. ചിലർ നിറയെ വിളക്ക് വെക്കും. ഭരണി ദിവസം തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞു വെച്ചാൽ ഫുള്ളായിട്ട് വിളക്ക് വെക്കും. കാരണം വെച്ചാൽ കാർത്തിക വിളക്ക് വെക്കുന്ന പോലെ തന്നെ ഭരണി ദീപവും വെക്കാറുണ്ട്. അപ്പൊ നമ്മൾക്ക് അത്രയൊന്നും പറ്റിയില്ലെങ്കിലും കൂടിയിട്ട് പുറത്ത് 2 വിളക്ക് സമർപ്പിക്കുക, ഉള്ളിൽ 5 വിളക്ക് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ ഈ ഭരണി ദീപത്തിലൂടെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി തീരും. കാരണം വെച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ് ഭരണി ദീപം എന്ന് പറയുന്നത്. കാരണം ദേവന്മാർ ഉണരുന്ന സമയമാണ്. അത് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നതാണ് കാർത്തിക ദീപവുമായിട്ട് അറിയപ്പെടുന്നത്. അതേ തന്നെയാണ് ഭരണി ദീപവും. അപ്പൊ നമ്മുടെ പൂർവികരും നമ്മളും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ ഭരണി ദീപം എല്ലാവരും വെക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹവും ഈശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വീഡിയോ നിർത്തുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.